കൊച്ചി ഇടപ്പള്ളിയിൽ വാഹന അപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. ആലപ്പുഴ സ്വദേശികളായ ഹാറൂൺ ഷാജി, മുനീർ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. 4 പേർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് മെട്രോ പില്ലറിലിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2 പേരുടെ മരണത്തിനിടയായിരിക്കുകയാണ് ഈ അപകടം എന്നുള്ളത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ അപകടം എത്രത്തോളം തീവ്രമായിരുന്നു എന്നുള്ളത്. ഈ കാറിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വലിയ ദുഃഖകരമായിട്ടുള്ള കാഴ്ച. അപകടത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ കാറിൻ്റെ ഒരു വശം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ കാറിൻ്റെ ഈ തകർന്ന ഈ വശങ്ങളിലുണ്ടായിരുന്ന 2 പേരാണ് മരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലപ്പുഴ സ്വദേശികളാണ് മരിച്ചിട്ടുള്ളത്. ഹാരൂൺ ഷാജി, അതുപോലെ തന്നെ മുനീർ എന്നിവരാണ് മരിച്ച 2 പേർ. ഇവരെല്ലാം വിദ്യാർത്ഥികളാണ്. 21-22 വയസ്സുള്ളവരാണ് ഇവർ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാറിൽ 4 പേർ സഞ്ചരിച്ചിരുന്നു. ഈ 4 പേരിൽ 2 പേരുടെ നില വെന്റിലേറ്ററിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇടപ്പള്ളി അതിൽ ഇടപ്പള്ളിയിൽ നിന്ന് കലൂർ റോഡിലേക്കുള്ള പാതയിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ചങ്ങമ്പുഴ ജംഗ്ഷന് സമീപമാണ് ഈ ഉണ്ടായത്. ഈ വഴിയിലൂടെ എനിക്ക് പുറകിൽ കാണുന്ന ആ വഴിയിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ 449-ാം പില്ലറാണ് കാണുന്നത്. 500-ാം പില്ലറിലേക്ക് വശം ചേർന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ്. മാത്രമല്ല, ഇപ്പോൾ ട്രാഫിക് പോലീസ് വിഭാഗം ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. അവർ പറയുന്നത് ഇത്തരത്തിലാണ്. വലിയ രീതിയിൽ ഓൾട്ടറേഷനുകളുള്ള വാഹനമാണ് ഇത് എന്നുള്ളതാണ്. ഇപ്പോൾ ആ വാഹനത്തിൻ്റെ തെറിച്ചു പോയിരിക്കുന്ന ടയറാണുള്ളത്. ഈ വാഹനത്തിൻ്റെ ടയറല്ല, ചെയ്തു വെച്ചിരിക്കുന്ന ടയറാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ സൈലൻസറുകൾ കാണുമ്പോഴും മനസ്സിലാകും ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഇത് തീ പാറുന്ന സംവിധാനങ്ങളുള്ള ഘടിപ്പിച്ചിരിക്കുന്ന സൈലൻസർ ആണ് എന്നാണ് ഇപ്പോൾ പോലീസും പറയുന്നത്, ട്രാഫിക് പോലീസും പറയുന്നത്. അവരിവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളോ ലഹരി ഉപയോഗം അടക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും അവർ വെന്റിലേറ്ററിലാണ്. അത്തരത്തിൽ തീവ്രമായിട്ടുള്ള അവസ്ഥയിലാണ്, ഗുരുതരാവസ്ഥയിലാണ് അവരുള്ളത്. വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. 2 പേരുടെ നില അതിഗുരുതരമായി തന്നെ തുടരുകയാണ്. ആലപ്പുഴ സ്വദേശികളാണ് മരിച്ചത്. ഇവർ വിദ്യാർത്ഥികളാണ്. ഇവർ കൊച്ചിയിലേക്ക് എത്തിയത് എന്തിനാണ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണങ്ങൾ എത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. പുലർച്ചെ 3:30 കൂടിയാണ് ഉണ്ടായത്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അമിത വേഗതയിലായിരുന്നു വാഹനം എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്.